ഹായ് ഡേയ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് കല്ലുപ്പ് വെച്ചിട്ടുള്ള കുറച്ചധികം ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൻ്റെ അടുത്തായിട്ട് ഹൈപ്പ് എന്ന പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് പോയിന്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മറന്നു പോകരുത്. ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഷോക്സിലേക്ക് കുറച്ച് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ രീതിയിൽ തന്നെ നിങ്ങൾ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ടൈറ്റ് ആയിട്ട് നമുക്കിതൊന്ന് കെട്ടിക്കൊടുക്കാം. ഇതുപോലെ ഒരു കിഴി രൂപത്തിലാക്കാം. ഈ ഷോക്സ് എടുക്കുന്നത് കൂടുതൽ സമയം നന്നായിട്ട് ചൂട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഈ ഷോക്സ് ഇതിൻ്റെ മുകളിലേക്കായിട്ടൊന്ന് വെച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് വേദനയുള്ള ഭാഗത്തൊക്കെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് വേദന ശമിക്കുന്നതാണ്. മാത്രമല്ല നീർക്കെട്ടിൻ്റെ പ്രശ്നം ഉള്ളവരൊക്കെ ആണെങ്കിൽ ഈ രീതിയിൽ നമ്മളൊരു തുടർച്ചയായിട്ട് ഒരു 1 വീക്കൊക്കെ ചെയ്തു വരികയാണെങ്കിൽ നല്ലൊരു ആശ്വാസം കിട്ടുന്നതായിരിക്കും. അപ്പോൾ പെയിൻ കില്ലറൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഈ രീതിയിൽ നാച്ചുറൽ ആയിട്ടുള്ള ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചട്ടി ചൂടാക്കി എടുക്കണമെന്നൊന്നുമില്ല. ദോശയൊക്കെ ചുട്ടു കഴിഞ്ഞതിന് ശേഷം ചട്ടി നല്ല ചൂടുണ്ടാവുമല്ലോ, ആ സമയത്തും ഈ രീതിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കല്ലുപ്പ് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു പാക്കറ്റ് ഇനോ ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു ഓറഞ്ചിൻ്റെ ഫ്ലേവറിലുള്ള ഇനോ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഹാളിലും അതുപോലെ തന്നെ റൂമിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ബാഡ് സ്മെല്ലൊക്കെ അബ്സോർബ് ചെയ്തിട്ട് നല്ലൊരു സ്മെല്ല് വരികയും അതുപോലെ തന്നെ പോസിറ്റിവിറ്റി നമ്മുടെ വീടിനുള്ളിൽ മുഴുവനായിട്ട് നിറയുന്നതാണ്. ഈ ഒരു ഇനോ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നല്ല സ്മെല്ലും ആയിരിക്കും കേട്ടോ. ഈ ഇനോക്ക് പകരമായിട്ട് നിങ്ങൾക്ക് കംഫോർട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കല്ലുപ്പ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് ഇനോ ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ കുറച്ച് ഡെറ്റോൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് കുറച്ച് വിനീഗറാണ്. ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഈ ഡെറ്റോളിന് പകരമായിട്ട് സാനിറ്റൈസർ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലൊരു ബോട്ടിലിൽ ആ ക്യാപ്പിലൊക്കെ ചെറിയ ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം ആ സൊല്യൂഷൻ ഒന്ന് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ കിച്ചണിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെ കിച്ചൺ ഡ്യൂട്ടികളൊക്കെ കഴിഞ്ഞാൽ നമ്മളെ ടൈലിലാവട്ടെ അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പിലായാലും വല്ലാതെ എണ്ണമയം അതുപോലെ തന്നെ അഴുക്കൊക്കെ കാണാം. അപ്പോൾ രാത്രി നമ്മൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് വെറുതെ ഒന്ന് തുടച്ചു കൊടുത്താൽ മതി കേട്ടോ. അതിലുപ്പ് ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്മെല്ല് കുറേ സമയം ലാസ്റ്റ് ചെയ്യുന്നതാണ്. രാത്രിയിൽ ഈ റെമഡി ചെയ്തെടുക്കുകയായിരിക്കും നല്ലത്. കാരണം രാത്രി സമയങ്ങളിലായിരിക്കും കിച്ചണിൽ കൂടുതലായിട്ടും പാറ്റ പല്ലിയുടെ നടമാട്ടം. അപ്പോൾ ആ സമയങ്ങളിൽ നമുക്ക് ഇതുപോലെ ഒന്ന് തെളിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഞാനൊന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് കല്ലുപ്പ് പൊടിച്ചതാണ് കേട്ടോ. നമ്മൾ കല്ലുപ്പൊക്കെ പൊടിച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. നിങ്ങളുടെ അടുത്ത് വീട്ടിലുണ്ടാക്കിയ മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ മഞ്ഞൾപ്പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് കാല് ഇതുപോലെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇതെന്തിനാന്ന് വെച്ചാൽ മഴക്കാലമായാൽ തന്നെ എല്ലാവരും നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് കാലിൽ വരുന്ന പൂപ്പൽ ബാധ അതുപോലെ തന്നെ ഇൻഫെക്ഷനൊക്കെ. ഇതുപോലെ ഒരു 2-3 ദിവസം അടുപ്പിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഓയിലായാലും വെളിച്ചെണ്ണയായാലും ഇതുപോലെ കുപ്പിയിലൊക്കെ ഒഴിച്ച് വെക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ എടുക്കുന്ന സമയത്ത് കയ്യിൽ നല്ല വഴുവഴുപ്പായിരിക്കും അല്ലേ. കുറച്ച് ഉപ്പൊന്ന് നമ്മളെ കയ്യിലൊന്നാക്കി കൊടുത്തതിന് ശേഷം ഈ കുപ്പിയിലൊന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ആ വഴുവഴുപ്പൊക്കെ പോകും കേട്ടോ. മാത്രമല്ല നമ്മൾ കുറച്ച് അധികം വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയ സമയത്ത് വാങ്ങിച്ചു വെക്കുമ്പോൾ അത് കനച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ വില കൂടിയ സമയത്ത് വെളിച്ചെണ്ണയൊന്ന് പാഴാക്കി കളയാതെ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ കുറച്ചധികം പരിപ്പ് അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കുന്ന സമയത്ത് ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ പുഴുക്കളും വണ്ടുകളൊക്കെ ധാരാളമായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെയുള്ള സമയങ്ങൾ നമ്മൾ ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് തന്നെ കുറച്ച് ഉപ്പിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സാക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ എത്ര മാസം നമ്മൾ വെച്ച് കൊടുത്താലും അതേ ഫ്രഷ്നെസ്സോട് കൂടെ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ മല്ലിപ്പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ കുറച്ചധികം തന്നെ പൊടിച്ച് സൂക്ഷിച്ച് വെക്കാറുണ്ട്. കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് വല്ലാണ്ടങ്ങ് കട്ട പിടിച്ച് പൂപ്പൽ ബാധയൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതിലും നമുക്കിതുപോലെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഫ്രഷ് ആയിട്ട് അതേ ഒരു നല്ലൊരു ഫ്ലേവറോട് കൂടെ തന്നെ ഇരിക്കുന്നതാണ്. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഉപ്പ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാനിവിടെ വാഷ് ബേസിലേക്ക്
സിങ്കിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ചില സമയത്ത് നമ്മൾ ഈ വാഷ് ബേസൊക്കെ റെയർ ആയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ യൂസ് ചെയ്യാതിരിക്കുന്ന സമയങ്ങളിലൊക്കെ വല്ലാതൊരു ബാഡ് സ്മെല്ലൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാം അല്ലേ. അപ്പോൾ ഈ സിങ്കിലായാലും അതുപോലെ തന്നെയാണ് ചില സമയത്ത്. അപ്പോൾ ആ സിങ്കിൻ്റെ ഹോളിൽ ഞാൻ ഇതുപോലെ ഒന്ന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യാത്ത സമയത്തും അതുപോലെ തന്നെ ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ കുറച്ച് ഉപ്പൊന്ന് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഹോളിലൂടെ വരുന്ന പാറ്റ, പല്ലി അതുപോലെ തന്നെ ബാഡ് സ്മെല്ലൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ വീട്ടമ്മമാർ ജോലികൾ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ചധികം മാവും അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയൊക്കെ പൊടിച്ച് വെക്കാറുണ്ടല്ലേ. കുറച്ചധികം ദിവസം കഴിയുമ്പോൾ അതിൽ നിന്നും ഒരു വല്ലാത്തൊരു സ്മെല്ലും അതുപോലെ തന്നെ പൂപ്പലും പുഴുക്കളൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് തന്നെ കുറച്ച് ഉപ്പിട്ടൊന്ന് മിക്സാക്കി വെക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം തന്നെ ഉണ്ടാകുന്നതല്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് നമ്മൾ ഡെയിലി ചായ കുടിക്കുന്ന ഗ്ലാസ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ചായക്കറയൊക്കെ ആയിട്ട് വല്ലാത്തൊരു കളറായിട്ട് മാറുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് കുറച്ച് കല്ലുപ്പും അതുപോലെ തന്നെ കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് വെട്ടി തിളങ്ങും കേട്ടോ. ഇത് ഈ ഒരു ഗ്ലാസ്സിന് മാത്രമല്ല, സ്റ്റീൽ പാത്രങ്ങളാവട്ടെ അതുപോലെ തന്നെ സെറാമിക്കിൻ്റെ പാത്രങ്ങളായാലും അതുപോലെ തന്നെ നമ്മൾ ബാത്റൂമിൽ യൂസ് ചെയ്യുന്ന കപ്പൊക്കെ കുറച്ച് അധിക ദിവസം കഴിയുമ്പോൾ ഒരു വഴുവഴുപ്പ് വരുന്നതായിട്ട് നമുക്ക് കാണാം അല്ലേ. കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡും അതുപോലെ തന്നെ കല്ലുപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ കഴുകിയെടുക്കുകയാണെങ്കിൽ ആ വഴുവഴുപ്പൊക്കെ പോയിട്ട് പുതിയതായിട്ട് നമ്മളൊരു കപ്പ് എങ്ങനെയാണ് വാങ്ങുമ്പോൾ ഉണ്ടാകുന്നത് ആ രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്ലീനിങ് ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കല്ലുപ്പ് നല്ലൊരു ക്ലീനിങ് ഏജൻ്റാണ്, അതുപോലെ തന്നെ കൃമിനാശിനിയും കൂടിയാണ്. ബാഡ് സ്മെല്ലിനെ വലിച്ചെടുക്കാനുള്ള നല്ലൊരു കഴിവുമുണ്ട്. അപ്പോൾ ഇത്രയും ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള കല്ലുപ്പ് നിങ്ങൾ ഈ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ രാത്രി ജോലികളൊക്കെ കഴിഞ്ഞാൽ പാത്രങ്ങളൊക്കെ കഴുകി കളഞ്ഞാൽ അതിൻ്റെ വേസ്റ്റൊക്കെ ഇതുപോലെ അങ്ങ് ഉണ്ടാവും അല്ലേ. നമ്മളത് എടുത്ത് കളഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അത് കഴിക്കാനായിട്ട് പാറ്റ, പല്ലി ഒക്കെ തന്നെ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ രാത്രി പാത്രമൊക്കെ കഴുകിയതിന് ശേഷം ആ വേസ്റ്റൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞ് ഇതുപോലെ കുറച്ച് കല്ലുപ്പൊന്ന് വിതറി കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ബാഡ് സ്മെല്ല് ഈ സിങ്കിൽ നിന്നും വരുന്നത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ആ ഹോളിലൂടെ വരുന്ന പാറ്റ, പല്ലിയൊന്നും ആ പരിസരത്തേക്ക് തന്നെ വരുന്നതുമല്ല. പിന്നെ നമ്മൾ രാവിലെ ജസ്റ്റ് ഒന്ന് കഴുകി കൊടുത്താൽ മാത്രം മതിയാവും. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ്. നമ്മൾ ഈ കിച്ചണിലൊക്കെ ചില സമയത്ത് ബാഡ് സ്മെല്ലൊക്കെ വരുന്നത് കാണാം. നമ്മൾ ഫുഡ് വേസ്റ്റൊക്കെ ഈ ഒരു സിങ്കിലിടുന്നത് കൊണ്ടാണ് അതുപോലെ വരുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് കല്ലുപ്പ് രാത്രി വിതറി കൊടുത്തതിന് ശേഷം രാവിലെ നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നല്ല ചൂടുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ എല്ലാവരും ഈ ടിപ്പും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കല്ലുപ്പ് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കല്ലുപ്പ് തന്നെ നിങ്ങൾ ഇതിനെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. നല്ല കഫക്കെട്ടൊക്കെ ഉള്ള സമയത്ത് നമ്മൾ റൂമിൽ ഇതുപോലെ ഒരു കല്ലുപ്പ് ഒരു പാത്രത്തിലിട്ടൊന്ന് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് നമുക്കതിലൊരു വ്യത്യാസം കാണുന്നതാണ്. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മാത്രമല്ല നമ്മളുടെ റൂമിലൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലൊരു പോസിറ്റിവിറ്റി നിറയുന്നതാണ്. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് കംഫോർട്ടാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം കിച്ചണിലും ബെഡ്റൂമിലൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. നല്ലൊരു സ്മെല്ലായിരിക്കും. കിച്ചണിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ മീനോ അതുപോലെ തന്നെ നോൺ വെജ് ഒക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് വല്ലാത്തൊരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലൊരു പോസിറ്റിവിറ്റിയും നല്ലൊരു സ്മെല്ലും തന്നെ ആയിരിക്കും. മാത്രമല്ല നമ്മൾ അലമാരയിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ മഴക്കാലത്ത് ആ പൂപ്പൽ സ്മെല്ലൊക്കെ നമുക്ക് ഒഴിവായി കിട്ടും. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാത്രത്തിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് ഉപ്പും കുറച്ച് സാനിറ്റൈസറും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്ലീനിങ്ങിനായിട്ടുള്ള സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലുള്ള ചെമ്പിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ മാത്രം ഉപയോഗിച്ച് പളപള മിന്നിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. യാതൊരു കെമിക്കൽസും തന്നെ ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഇതുപോലെ ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുത്ത് ഒരു 5 മിനിറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ കഴുകിയെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് പാത്രവും ഈ രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. 100% തന്നെ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ തേച്ച് കൊടുക്കുന്ന സമയത്ത് തന്നെ കറകളൊക്കെ പോകുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ടാവും. ലൈവായിട്ട് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് എല്ലായിടത്തും നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനത് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി ടിപ്പ് തന്നെയാണിത്. അപ്പോൾ ഞാൻ എല്ലായിടത്തും ഈ രീതിയിലൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ പുളി നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തതിന് ശേഷം അതിൽ നമുക്ക് ഈ സേവനാഴി ഒന്ന് ഇട്ട് കൊടുത്ത് കുറച്ച് സമയത്തിന് ശേഷം എടുത്തൊന്ന് കഴുകി കൊടുത്താൽ മാത്രം മതിയാവും. ഇതുപോലെ ഒന്ന് ഒരുക്കിയൊന്നും തന്നെ വേണ്ട കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഈ രീതിയിലാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ക്ലീനായി കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്ത് 5 മിനിറ്റിന് ശേഷം ഒന്ന് കഴുകി കളയുന്നുണ്ട്. ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലുള്ള പാത്രങ്ങൾ മാത്രമല്ല കേട്ടോ,
നിലവിളക്കും വിളക്കും ഒക്കെ നമുക്ക് ഈ രീതിയിൽ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആ എണ്ണ ഒഴിക്കുന്ന സ്ഥലത്ത് നല്ല കറയായിരിക്കുമല്ലേ. ഈ സൊല്യൂഷൻ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് കഴുകി എടുക്കുകയാണെങ്കിൽ സോപ്പോ ലിക്വിഡോ ഒന്നും തന്നെ ഇല്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ സേവനാഴി കഴുകിയപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നന്നായിട്ട് ഇവിടെ ക്ലീനായി വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ചില സമയത്ത് നമ്മളുടെ ഫ്രിഡ്ജിൻ്റെ ഈ ഒരു ഫ്രീസർ ഭാഗത്ത് നന്നായിട്ട് ഐസ് കട്ടയായിട്ട് വരുമല്ലേ. പിന്നെ നമ്മൾ എന്ത് തന്നെ വെച്ചാലും ഓവർ കൂളിംഗ് ആയിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനുള്ള നല്ലൊരു ടിപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് കല്ലുപ്പ് പൊടിച്ചതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഒരു കോട്ടൺ തുണി ഞാൻ ഇതിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഫ്രീസർ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഇതിൽ ഉപ്പുള്ളത് കൊണ്ട് തന്നെ ഇതിലുള്ള ഐസൊക്കെ നമുക്ക് പെട്ടെന്ന് മെൽറ്റായി വരുന്നതാണ്. കുറച്ച് ഇതും നമ്മൾ ചെയ്തിട്ട് ഒരു റിസൾട്ടും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൻ്റെ ഡോറ് ചെക്ക് ചെയ്യുക കേട്ടോ. ഫ്രിഡ്ജിൻ്റെ ഡോറ് നന്നായിട്ട് ടൈറ്റായി വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം വരും. മാത്രമല്ല തെർമോസ്റ്റാറ്റിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നന്നായിട്ട് ഐസ് കട്ടയായിട്ട് വരും കേട്ടോ. അപ്പോൾ ആ രണ്ടും ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണോ റിസൾട്ട് കിട്ടിയത് അതിനനുസരിച്ച് നിങ്ങൾ ഈ തേർഡ് ടിപ്പ് ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ അത്രയ്ക്കൊന്നും ഐസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഉപ്പ് തുണി വെച്ച് തുടച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് ഇവിടെ ക്ലീനായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ടിപ്പും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മളെല്ലാവരും റേഷനരി യൂസ് ചെയ്യുന്നവരായിരിക്കും. ചില സമയത്ത് റേഷനരിയിൽ നിന്ന് വല്ലാത്തൊരു സ്മെല്ലോ കാര്യങ്ങളൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാം. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് കല്ലുപ്പും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയാണ് ഞാൻ അരിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഞാൻ ഈ അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ക്ലീൻ ആയിട്ട് വരും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെളുത്തുള്ളി തൊലിയോട് കൂടെ തന്നെ ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കല്ലുപ്പും വളരെ കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കായപ്പൊടിയാണ് കേട്ടോ. നിങ്ങളടുത്ത് കായത്തിൻ്റെ കട്ടയാണെങ്കിൽ കുറച്ച് വെള്ളത്തിലൊന്ന് ഡൈല്യൂട്ട് ചെയ്തെടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇതിൻ്റെ ആ എസൻസ് ഒക്കെ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങി വരുന്നത് വരെ തന്നെ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഒരു 10-15 മിനിറ്റിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ഡെറ്റോളാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളടുത്ത് ഡെറ്റോൾ ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് ലൈസോളോ അല്ലെങ്കിൽ ഹാർപ്പിക്കോ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ടൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ വേസ്റ്റ് നമ്മൾ കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെ നമ്മളൊന്ന് കിച്ചണിൽ തൂക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലിന് പിന്നെ ആ പരിസരത്തേക്ക് തന്നെ പാറ്റ, പല്ലി, എലി ഒന്നും തന്നെ വരുന്നതല്ല. ഇനി ഞാൻ ഇത് ബോട്ടിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം വീടിൻ്റെ പുറത്തായിട്ടാണ് ഞാൻ എലിമാളത്തിനരികിലായിട്ടും അതുപോലെ തന്നെ പാമ്പ് ശല്യമുള്ളിടത്തൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ സ്മെല്ലിന് പിന്നെ ആ പരിസരത്തേക്ക് തന്നെ അവകളൊന്നും വരില്ല കേട്ടോ. നമ്മൾ ഈ വെളുത്തുള്ളി കായൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ പാമ്പിന് ആ സ്മെല്ല് ഒട്ടും ഇഷ്ടമല്ല. ഇഴജന്തുക്കളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് അരിച്ചു വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഗാർഡനിലൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്യുന്ന സമയത്ത് ഒരാഴ്ചയൊക്കെ മിക്കവാറും ട്രൈ ചെയ്യേണ്ടി വരും. ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് നിങ്ങൾ പറയരുത്. തുടർച്ചയായിട്ട് നമ്മളിത് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ കെമിക്കൽസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് അവകളൊക്കെ നമ്മുടെ വീട്ടിൽ നിന്നും പരിസരത്ത് നിന്നും ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. തമ്പനയിൽ കാണിച്ചതുപോലെ തന്നെ ഉപ്പ് ഉപയോഗിച്ച് നമ്മൾ ഒരച്ച് കഴുകാതെ അതുപോലെ തന്നെ കൈയൊന്നും വേദനിക്കാതെ ഇങ്ങനെ ക്ലോസറ്റ് ക്ലീൻ ആക്കി എടുക്കാമെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഉപ്പാണ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി വളരെ കുറച്ച് മാത്രം ബേക്കിംഗ് സോഡയും ഞാൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ക്ലോസറ്റിലുള്ള അഴുക്കിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഈ സൊല്യൂഷനിൽ നിങ്ങൾക്ക് വ്യത്യാസം വരുത്താവുന്നതാണ്. ഇവിടുത്തെ ക്ലോസറ്റിൽ കുറച്ച് അഴുക്ക് മാത്രം ഉള്ളതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് മാത്രം ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ. ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് വളരെ കുറച്ച് മാത്രം ഷാമ്പു ആണ്. നിങ്ങളുടെ അടുത്ത് ഏത് ഷാമ്പു ആണോ ഉള്ളത് അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ലീനിങ് സൊല്യൂഷൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമ്മളുടെ ക്ലോസറ്റിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് അഴുക്കൊക്കെ പോയിട്ട് ഒരു ക്ലോസറ്റിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് അതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് ഫ്ലഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ക്ലോസറ്റ് ഉരച്ച് കഴുകാതെ കൈയൊന്നും വേദനിക്കാതെ തന്നെ നമുക്ക് യാതൊരു കെമിക്കൽസോ ഒന്നും തന്നെ ഇല്ലാതെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സ് ഇതുപോലെ ക്ലോസറ്റിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 15 മിനിറ്റിന് ശേഷം ഞാനൊന്ന് ഫ്ലഷ് ചെയ്യുന്നുണ്ട്. ചെറുതായിട്ട് അഴുക്കൊക്കെ ഉണ്ട്, നിങ്ങൾ കാണുന്നുണ്ടാവും വീഡിയോയിൽ. അപ്പം ഞാൻ ഒരു 15 മിനിറ്റിന് ശേഷം ഒന്ന് ഫ്ലഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലോസറ്റ് അഴുക്കൊക്കെ പോയിട്ട് നല്ല പുതിയതായി തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ക്ലോസറ്റൊക്കെ കഴുകാൻ മടിയുള്ള സമയത്തും അതുപോലെ തന്നെ സമയമില്ലാത്തപ്പോഴൊക്കെ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം മതി. കെമിക്കൽസ് ഒന്നും ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. കെമിക്കൽസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല അണുക്കളൊക്കെ ചത്തു പോയിട്ട് നമ്മുടെ ക്ലോസറ്റ് ബ്ലോക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഉപ്പ് വെച്ചുള്ള ഇന്നത്തെ എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്നേ വിചാരിക്കുന്നു. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.